മുണ്ടക്കൈ ദുരന്തത്തിലെ കേന്ദ്ര നിലപാടിനെതിരെ കേരളം സഹായം ആവശ്യപ്പെട്ടപ്പോൾ നൽകിയത് വായ്പയെന്ന റവന്യൂ മന്ത്രിയുടെ വിമർശനം. വായ്പയ്ക്ക് വെച്ച നിബന്ധനകൾ പേടിപ്പിക്കുന്നത്. 45 ദിവസത്തിനകം 530 കോടി രൂപ ചെലവഴിക്കുക ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റാത്തതെന്നും വാശിയോടെയാണ് കേന്ദ്ര നിലപാടെന്നും കെ രാജൻ പറഞ്ഞു. പുനരധിവാസത്തിനായി കേന്ദ്രം അനുവദിച്ച 530 കോടി രൂപ വായ്പാ സഹായം പാഴാകാതിരിക്കാൻ സംസ്ഥാനം തിരക്കിട്ട നടപടികളിലേക്ക് കടക്കുകയാണ്. പദ്ധതി നടത്തിപ്പ് വേഗത്തിലാക്കാനായി ഉടൻ വകുപ്പ് തല സെക്രട്ടറിമാരുടെ യോഗം ചേരും. ഇത് ലോണാണ്. കേരളം ആവശ്യപ്പെടുന്നത് ഉപാധിരഹിതമായി കേരളത്തിന് കിട്ടേണ്ട അവകാശമാണ്. അതിനു പകരം ലോൺ തരാം എന്ന് പറയുന്നു എന്ന് മാത്രമല്ല, 45 ദിവസം കൊണ്ട് 529 കോടി രൂപ ചെലവഴിച്ചേ മതിയാകൂ എന്ന് വാശിയോടെ പറയുകയാണ്. ആ നൽകുന്ന സഹായം പോലും 45 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പൊതു ധാരണ ഉണ്ടാവുക? അപ്പം അതുകൊണ്ട് ഈ നിബന്ധനകൾ കൂടി പരിശോധിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരിന്നൊരു പ്രത്യേകമായിട്ടുള്ള യോഗം ചേർന്ന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കേരളത്തിൽ ലഭ്യമാക്കും. ആവശ്യപ്പെട്ടത് സംസ്ഥാനത്തിന് കിട്ടേണ്ട ഭരണഘടനാപരമായിട്ടുള്ള അതിന്റെ അവകാശമാണ്. എന്നാൽ ഇന്ന് അനുവദിച്ചു എന്ന് പറയുന്നത് ഒരു ലോണാണ്. 45 ദിവസത്തിനകം ലഭ്യമാക്കിയിട്ടുള്ള പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള തുക ചെലവഴിക്കണം എന്ന ധാരണയോടുകൂടി ഒരു ലോൺ കൈമാറുകയാണ്. ഏതെങ്കിലും ഒന്ന് വകമാറ്റി ചെലവഴിച്ചാൽ കേരളത്തിന് സാധാരണ നൽകുന്ന ഭരണഘടനാപരമായിട്ടുള്ള വിവിധ സംഖ്യകളിൽ പെടുത്തി കുറവ് ചെയ്യും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപാധിരഹിതമല്ല. ഇത് 31/3 ചെലവഴിക്കുക 45 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അത്ര സാധ്യമല്ല. കേരളം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കേരളത്തിനോട് എന്തുമാകാം എന്ന നിലപാട് എടുക്കുന്നത് ശരിയായ കാര്യമല്ല. KR സാജു വിശദാംശങ്ങൾ നൽകും. സാജു, ലോണും അതിന് വെച്ച നിബന്ധനകളും വീണ്ടും അവഗണനയും പ്രതികാര ബുദ്ധിയാലുള്ള സമീപനവുമാണെന്ന രാഷ്ട്രീയ നിലപാടെടുക്കുമ്പോഴും ഈ പദ്ധതി നടത്തി വേഗത്തിലാക്കാനുള്ള നടപടികളിലേക്ക് കേരളം കടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പുതിയ സാഹചര്യത്തിലും സർക്കാരിന്റെ നീക്കങ്ങൾ? കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധനകൾ കേരളത്തിന് തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 45 ദിവസം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കി ചെലവ് കണക്കുകൾ സമർപ്പിക്കാൻ കഴിയില്ല എന്നും കേരളത്തിന് അറിയാം. പക്ഷേ എങ്കിലും കിട്ടിയ വായ്പ കൈവിട്ട് കളയാൻ കേരളത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. അതിനാൽ അതിദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ കേരളം നടത്തുകയാണ്. വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ പദ്ധതികൾക്ക് ഒരു കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഒരു കർമ്മ പദ്ധതി രൂപീകരിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഉടൻ തന്നെ ആ യോഗം വിളിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ആക്ഷൻ പ്ലാന്റെ അടിസ്ഥാനത്തിൽ ഈ 16 പദ്ധതികൾക്കും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നൽകുക, ഭരണാനുമതി നൽകുക എന്ന നടപടിക്രമത്തിലേക്ക് കേരളം ഉടൻ തന്നെ പോകും. ഒപ്പം തന്നെ ഈ പദ്ധതി മാർച്ച് 31-നകം പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് കേരളത്തിന് അറിയാം. അതുവരെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക, അതിനുശേഷം വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുക എന്നത് തന്നെയായിരിക്കും കേരളത്തിന്റെ തീരുമാനം. അങ്ങനെ സമീപിക്കുമ്പോഴും കേരളത്തിന് ചില ആശങ്കകളുണ്ട്. ഈ സാമ്പത്തിക വർഷത്തേക്കാണ് കാപെക്സിൽ നിന്നും വായ്പ എടുക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ആ പണം ചെലവഴിക്കാനാവാതെ വരുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് നീളുമ്പോൾ ഈ പണത്തിന്റെ ചെലവഴിക്കാനുള്ള കാലപരിധി കേന്ദ്രം നീട്ടി നൽകാതെ അടുത്ത സാമ്പത്തിക വർഷത്തിൽ നിന്നും ആ പണം എടുക്കാൻ പറഞ്ഞാൽ അതും സംസ്ഥാനത്തിന് തിരിച്ചടിയാണ്. കാരണം ഇത് മൂലധന നിക്ഷേപത്തിനുള്ള വായ്പയാണ് കാപെക്സ് പദ്ധതിയിലൂടെ വരുന്നത്. സ്വാഭാവികമായും അടുത്ത സാമ്പത്തിക വർഷത്തേതിൽ നിന്ന് എടുക്കാൻ പറഞ്ഞാൽ ആ സാമ്പത്തിക വർഷം കിട്ടുന്നതിൽ നിന്നായിരിക്കും ഈ തുക കുറവ് വരിക എന്ന പ്രശ്നവും കേരളത്തിന് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെ കേന്ദ്രം ഇതുവരെ അംഗീകരിച്ചിരുന്നില്ല. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കൂടുതൽ കുരുക്കുണ്ടാക്കുമോ എന്ന സംശയം സംസ്ഥാനത്തിനുണ്ട് താനും. സൈഫുദ്ദീൻ. ശരി സാജു.